ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹായ് കൂട്ടുകാരി. നമ്മളുടെ പാൽ ഇറക്കാൻ തുടങ്ങി കേട്ടോ പശുവിന്. കുഞ്ഞു പശു ഞാൻ വന്ന് തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്തു, വളമൊക്കെ വാരി കൊടുത്തു കേട്ടോ. അപ്പൂന് ഇന്ന് ലേറ്റായി, 6 മണിയായിട്ട് എണീക്കുമ്പോൾ. ഇന്ന് എണീക്കാൻ നല്ല ലേറ്റായി, 6 മണിയായി, അല്ലെങ്കിൽ 5:30 ആകുമ്പോൾ എണീക്കനാണ്. അപ്പോൾ ആ കൊതുകുതിരിയൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൽ ഇറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എണീറ്റ് വന്നത് വളമൊക്കെ വാരി, രണ്ടാളുടെ വളമൊക്കെ വാരി ക്ലീൻ ചെയ്തിട്ടിട്ട് പോയി. അപ്പോഴേക്കും പാൽ ഇറക്കാൻ തുടങ്ങി കേട്ടോ. ഇനി നമുക്ക് പതിവ് പോലെ തന്നെ നമുക്ക് പോത്തിൻ്റെ അവിടെ വൃത്തിയാക്കാം. പോത്തപ്പന്മാരൊക്കെ ഉറക്കത്തിലാണ്, ഉറങ്ങുന്നത്. നമ്മൾ രാവിലെ പാലിറക്കുമ്പോൾ തൊഴുത്ത് നല്ല ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, അറപ്പ് തോന്നും. തൊഴുത്ത് ക്ലീൻ ആകുമ്പോഴാണ് നമുക്ക് പണി ചെയ്യാൻ പാലിറക്കാനൊരു ഇതുണ്ടാവുള്ളൂ കേട്ടോ. കൊതുക് തിരി കൊളുത്തി വെച്ചില്ലെങ്കിൽ കൊതുക് കടിച്ചിട്ട് നേരെ പാലിറക്കാനും പറ്റില്ല. പപ്പു പാലിറക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും ആ സമയം കൊണ്ട് ഞാൻ അവിടെ ക്ലീനിങ് പരിപാടിയിലോട്ട് പോകണം. മിക്കൂസ് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്തവണ മിക്കൂസിൻ്റെ ഹെയറിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് ഒരുപാട് കയറിപ്പോയി. അതുകൊണ്ട് മിക്കൂസിന് പോകുമ്പോൾ വല്ലാണ്ടിരിക്കുന്നു. ഹായ് പറയ്, ഗുഡ് മോർണിംഗ് പറയ് മിക്കു, ഗുഡ് മോർണിംഗ് പറയ്. മിക്കൂസ് ഉറക്കം എണീറ്റ് വന്ന് നിൽക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. മിക്കൂസേ ഹായ് പറയ്, കൂട്ടുകാരേ പറയ്, കൂട്ടുകാരി. അപ്പോൾ പാല് ഇറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പാല് ഇറങ്ങി നമുക്ക് സൊസൈറ്റി കൊണ്ട് കൊടുക്കാം കേട്ടോ. എന്താ പാല് പോയതാണ്, കറന്നുകൊണ്ടിരിക്കാറ്. കഴിഞ്ഞാ ആദ്യത്തെ കഴിഞ്ഞാ ചോദിച്ചത്, തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ പതിയെ മെല്ലെ കറക്കുന്നത്. കറക്കട്ടെ കേട്ടോ. മിക്കുശി നിൽക്കും മിൻ്റൊരു ഷുത്തു ഒരാടെ പാപ്പു കഞ്ഞിട്ട് വാങ്ങുക. നമ്മൾ പശുവിനെയൊക്കെ അയച്ച് കെട്ടിയതാ, പോത്തിനെയും വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോത്തപ്പന്മാർ അവിടെ മേയുന്നുണ്ട്. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാല് കറക്കൽ കഴിഞ്ഞ് പശുവിനെയൊക്കെ നമ്മൾ അഴിച്ച് പുറത്ത് കൊണ്ട് കെട്ടി കുറച്ച് കഴിഞ്ഞിട്ട് അതിന് തോട്ടിക്ക് കഴുകാൻ കൊണ്ടുവരണം കേട്ടോ. ഇവന്മാർ അവിടെ മേയ്ച്ചലാണ്, ഒന്നുമില്ല, മേയാനൊന്നുമില്ല. കണ്ടോ പുല്ലുകളുടെ അവസ്ഥയൊക്കെ, പച്ചപ്പായി നിന്ന പുല്ലുകളൊക്കെ ഇപ്പോൾ നല്ല മൊരിഞ്ഞ് കരിഞ്ഞ അവസ്ഥയിലാണ്. നമുക്ക് ഇത്രയും പുല്ലുകളൊക്കെ നോക്കും ആണെങ്കിൽ നോക്കണേ. പുല്ല് കിട്ടേണ്ട ഉമ്മാരൊക്കെ ക്ഷീണിച്ചു, പച്ചപ്പുല്ല് അങ്ങനെ കിട്ടുന്നില്ലല്ലോ. ഉമ്മാർ മെയിനായിട്ട് നമുക്ക് അവിടെ ഇരിക്കും. അപ്പോൾ രാവിലെ തന്നെ കച്ചവടക്കാർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വില ഇതാവാത്തതുകൊണ്ട് കൊടുത്തില്ല. വില കിട്ടുകയാണെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ സമയത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവന്മാരെ ഇനി കഴുകി കയറ്റി നോക്കൂ, നല്ല തെളിഞ്ഞ വെള്ളം ഉപ്പൂ. ആഹാ, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. അപ്പം ഇവന്മാരെ കഴുകി കയറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ പശുക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇവന്മാർ ശരിക്കുളി കഴിഞ്ഞിട്ട് വരട്ടേതാ. അപ്പം നമുക്കിവിടെ അവർ വരുന്നവരെ നമുക്കത് അവിടെ ഇരിക്കാം കേട്ടോ. എന്താ അപ്പോൾ പോത്ത് മേയിച്ചിപ്പോൾ നമ്മൾ കൊടും കാടിൻ്റെ ഉള്ളിലെത്തി. ആ പുതിയ കൂടെ പോയിട്ട് അപ്പു വരുന്ന വഴികളിലൂടെ ഞങ്ങളെയും കൊണ്ടുപോകണം കേട്ടോ. അപ്പു പറയണത് ഞാൻ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോത്തിനെ കൊണ്ട് പോകുന്നതാണ്, ആ വഴി നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെയും കൂടെ ഈ വഴികളിലൂടെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം രാവിലെ 5:30 എണീച്ച് പാലൊക്കെ കറന്ന് നമ്മുടെ പശുവിൻ്റെ പാല് സൊസൈറ്റിയിൽ കൊണ്ട് കൊടുത്ത്, പിന്നീട് നമ്മൾ സൊസൈറ്റി കൊണ്ട് കൊടുത്തു വന്നതിന് ശേഷം പശുവിനെ അഴിച്ച് പുറത്ത് കൊണ്ട് കെട്ടും, തൊഴുത്ത് ക്ലീൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പോത്തുകളെ അഴിച്ചു വിടും. പോത്തുകളെ അതുപോലെ അപ്പു വന്ന് മേയ്ക്കാൻ കൊണ്ടുവരും കേട്ടോ. നമ്മൾ വരാറില്ല, അപ്പുവാണ് വരാറ് പോത്തിൻ്റെ അടുത്ത് മേയിച്ച്. അപ്പോൾ അവനെ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വേണ്ട. അപ്പോൾ ഈ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് എന്താ വേണ്ട, പോത്ത് പോയിട്ടുള്ള വഴിയാന്ന് അറിയാൻ വേണ്ടി ചാണകമൊക്കെ ഇട്ടേച്ചിട്ടുണ്ട്. അയ്യോ, ഇതാണ് ഇതിൻ്റെ വഴികൾ. ഇവിടെയൊക്കെ ഇവരെന്താ മേയുക? ഇവിടെ ഒന്നും മേയാനില്ലല്ലോ, ഫുള്ളും ഉണക്ക സ്ഥലം. വേണ്ട, പോത്തുകൾ ഈ വഴികളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. നടന്നോ,
ഞാൻ വീഡിയോ എടുക്കണോണ്ട് ഏറ്റവും പുറകിലാണ് പോകുന്നത് കേട്ടോ. ഇതുകൊണ്ട് അവിടുത്തെ അവസ്ഥ എന്താണ് നമ്മൾ വന്ന സ്ഥലങ്ങൾ കേട്ടോ. അപ്പം അതാ പോത്തുകൾ ഇതിൽ കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോത്ത് പോയതുകൊണ്ട് അവിടെ നിന്ന് തിരഞ്ഞു വരുമ്പോഴേക്കും പോത്തുകൾ ഇതാ ഈ വഴിയിലൂടെ വന്നിട്ട് അവിടെ എത്തിയിട്ട് ഇതിനുള്ളിൽ പന്നിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഈ വഴിയിൽ കൂടെ ഇറങ്ങട്ടെ. നമ്മൾ പോത്തുകളുടെ ഒപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ മേച്ചിനി വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് വേണം ഇവനെ തോട്ടിൽ കൊണ്ട് ഇറക്കി അവർ തന്നെ കയറി നിന്നു. ഇനി പിന്നെ വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് നമുക്ക് നമ്മുടെ പശുക്കിടാക്കളെ നമ്മൾ മേയം പുറത്ത് കെട്ടിയിടുണ്ടാ. മേയാനൊന്നുമില്ല, പക്ഷെ കാലാറാൻ വേണ്ടിയിട്ട് കെട്ടിയിടും. ഇനി അവന്മാരെ അഴിച്ചു കൊണ്ടുവന്ന് ഒന്ന് വെള്ളത്തിൽ കഴുകണം കേട്ടോ. നമ്മൾ നമ്മുടെ പശുക്കളിനെ അഴിച്ചു കൊണ്ടുപോകണം കേട്ടോ. ഇനി പശുക്കളിനെ കൊണ്ട് കഴുകാം. ഇനി നമ്മൾ പശുക്കളിനെ കഴുകണം. കുഞ്ഞു പശുവിനെ അയക്കണില്ലേ? ബാ ബാ, അവൾ കെട്ടിയിട്ട് കൊണ്ട് മിണ്ടാണ്ട് നിൽക്കുകയാണ്. ബാ, അവൾ വരണില്ല. ഇനി വെള്ളം കൊണ്ട് കഴുകിയിട്ട് വരാം കേട്ടോ. നമ്മുടെ ഈ പശു തിന്നുന്നത് ഈ ഒരു ഇലയാണ് കേട്ടോ. അത് അവൾ കുഞ്ഞു പശുവിനെ അയച്ചിട്ട് വരുന്നുണ്ട്. മിക്കുശി ഇവിടെ ഉണ്ട്. പോത്തപ്പന്മാരെ കെട്ടിയിട്ടിട്ടില്ല കേട്ടോ. ഇവരെ കഴുകിയിട്ട് വരുമ്പോഴേക്കും അവൾ പണി വരും. അവൾ ഇവിടെ നിന്ന് മേട്ട് ഇത്ര നേരം ഇവിടെ കെട്ടിയിട്ടിട്ട് പോയതാണെങ്കിൽ അവൾ മേനി കഴിഞ്ഞിട്ടുണ്ടാവും. മേട്ടായിട്ട് ഇനി നമുക്ക് ഇവിടെ കൊണ്ട് കഴുകാൻ പോവാം. കുഞ്ഞു പശു എത്തിയിട്ടുണ്ട് റെഡി ആയിട്ട്. ബാപ്പ പോയി കഴുകിയിട്ട് വരാം. അതാ പോത്തപ്പന്മാര്. ഈ പോത്തൊന്നും കെട്ടിയിടാണ്ട് പോയി പണി കിട്ടില്ലേ? അതെല്ലാം ആദ്യം കെട്ടിയെടുക്കും. മനസ്സമാധാനത്തിൽ ഇപ്പോൾ കഴുകിയിട്ട് വരാം. നമുക്ക് പാല് കുടിക്കാൻ റെഡി ആയിട്ട് പോത്തിനെ കൊണ്ട് കഴുകി കഴിഞ്ഞ് ഞാൻ പോത്തിനെ കെട്ടിയിട്ടിട്ട് ഇതിനെ കഴുകിയിട്ടില്ലല്ലോ. കഴുകിയിട്ടില്ല കേട്ടോ, കഴുകാൻ പോണുള്ളൂ. ഞാൻ വിചാരിച്ചു ഞാൻ വരുമ്പോഴേക്കും കഴുകിയെന്ന്. നമ്മുടെ പശുക്കളുടെ വരമ്പത്ത് മേയിച്ചിട്ട് നമ്മളിതാ കൊണ്ടുവന്ന് അപ്പോൾ കഴുകുന്നുണ്ട്. ഇതാ കുഞ്ഞു പശു ഇവിടെ മീനുണ്ട്. ഇതാ പിള്ളേർ ഇതാ അവിടെ മീമി പിടിക്കണം. മീൻ മിക്കു പറയണ പോലെ മീമി എന്നൊക്കെയാണ് പറയണത്. ഞാൻ പശുക്കളെയും കൊണ്ട് നമ്മൾ അപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴുകിയിട്ട് കുറച്ച് ദിവസമായി. അല്ലെങ്കിൽ അതാ കുഞ്ഞു പശുവിനെയൊക്കെ കഴുകിയിട്ട് കുറേ ദിവസമായി. കഴുകലേ ഇല്ല നമുക്ക്. ലോല മീൻ പിടിക്കും. ലോലന് മീൻ പിടിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. ഇല്ല ലോല? ഡേ സ്വത്തിന് പിടിച്ചോട്ടാ. അവളുടെ മുഖം നന്നായി കഴുകി കൊടുക്കും കേട്ടോ. കണ്ണിൻ്റെ അവിടേക്ക് എന്താടാ? കുഞ്ഞു പശു വേണ്ട, മെയ്യുന്ന വേണ്ട. കുഞ്ഞു പശുവിന് കുഞ്ഞു പുല്ല് കണ്ടപ്പോൾ മെയ്യുന്ന കേട്ടോ. നമുക്ക് വരെ ഇനി കഴുകി കൊണ്ടുപോയിട്ട് തീറ്റ കൊടുക്കാം. നമ്മുടെ പോത്തപ്പന്മാരെയൊക്കെ കെട്ടിയിട്ട് തീറ്റ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പശുക്കളുടെയൊക്കെ കഴുകി നമുക്ക് വീട്ടിൽ പോയിട്ട് ഇവർക്ക് തീറ്റ കൊടുക്കാം. അത് അമ്മു പശുവിനെ കുളിപ്പിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു പശുവിനെ അപ്പോൾ അതാ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കഴുകാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാട്ടോ. പക്ഷേ പോത്തുകളും കൂടി ഉള്ളതുകൊണ്ട് അവരെ കൊണ്ട് മേയിച്ച് കെട്ടി തീറ്റ കൊടുത്തിട്ടൊക്കെ ഇവരെ കൊണ്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ. അതാ അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്. മിക്കു വീട്ടിൽ പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ പശുക്കുട്ടിനെ കഴുകിയിട്ട് ഇപ്പോൾ വരും. അപ്പോഴേക്കും നമുക്ക് അമ്മ പശുവിനെയും കൊണ്ട് നടക്കാട്ടെ. ഇവിടെ മെല്ലെ നടക്കുകയുള്ളൂ. കുഞ്ഞു പശു ഓടി വരും കേട്ടോ. അപ്പോൾ കുഞ്ഞു പശുവിന് ഇപ്പോൾ നോക്കൂ ഗൈസ്, നമ്മുടെ കുഞ്ഞു പശുവിന് നല്ല മാറ്റം വന്നിട്ടില്ലേ? കുഞ്ഞു പശു വെള്ളക്കുട്ടിയാണ് കേട്ടോ. കുഞ്ഞു കുളിച്ചപ്പോഴാണ് വൃത്തിയായത്. കുഞ്ഞുവിനെ കുളിപ്പിച്ചിട്ട് എത്രയായിന്ന് അറിയൂലേ? വെറുതെ മേത്തോട് വെള്ളം ഒഴിച്ച് കൊടുക്കുള്ളൂ അമ്മു പശു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകട്ടെ. രണ്ടാളും കുളി കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ പശുവിന് പിടിക്കാൻ കൊടുത്തല്ല കേട്ടോ. അവർക്കൊരാഗ്രഹം കൊണ്ട് പിടിക്കണം പറഞ്ഞാണ്. പിന്നെ അവളൊന്നും ചെയ്യുമൊന്നുമില്ല, അതുകൊണ്ട് ധൈര്യത്തിൽ കൊടുത്തതാണ് കേട്ടോ. നമ്മൾ പിന്നെ കൂടെ തന്നെ ഉണ്ടല്ലോ. മിക്കൂസ്
എടാ കയറുകൊണ്ട് ബാക്കിൽ വന്ന് പിടിക്കുക, എന്നിട്ട് അവളുടെ ബാക്കിൽ ഇങ്ങനെ തല്ലുക. അപ്പം ഫ്രണ്ടിൽ നടക്കാൻ പാടില്ല. ആ എന്താ ഇങ്ങനെയാണ് നമ്മൾ പശുവിനെ കൊണ്ടുപോവുക. എന്താ അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പിടിക്കാൻ, അതുകൊണ്ട് കൊടുത്താണ്. ഞാൻ പിടിച്ച് നടന്നാണ്. അപ്പു ടേക്ക് മിക്കു. ഓ ഒന്നും കാര്യമില്ല. ശരി, നമുക്ക് വീട്ടിലോട്ട് പോകട്ടെ.